ചേട്ടാ ഇത് ഒരുപാട് സമയമായോ ഇത് ഈ തീപിടുത്തം ഉണ്ടായിട്ട്? അരമണിക്കൂറോളമായി. ആരുടെയാണ് എന്ന് അറിയോ? ഇവിടെ അത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. 2-3 പാർട്ണർമാർ ചേർന്നുള്ള ബോട്ടാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാകാറുണ്ടോ സാധാരണ സമയം? ഈ സമയത്ത് സാധാരണ ബോട്ട് പണി കഴിഞ്ഞ് വന്ന് ഇവിടെ കൊണ്ട് നമ്മളിവിടെ കടവിൽ കെട്ടിയിടുമ്പോഴേ പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ബോട്ടിലുണ്ടെങ്കിൽ കാണും. ബാക്കിയുള്ളവരൊക്കെ പോയി കാണും. ബോട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു കാണും. ചിലപ്പോൾ വല്ല പാചക സമയത്ത് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാവാം. ഇപ്പൊ ഈ ഫയർഫോഴ്സിന് അവിടേക്ക് എത്താൻ പറ്റാത്തതിന്റെ പ്രതിസന്ധി ഫയർഫോഴ്സ് ഇപ്പൊ അവരുടെ മോട്ടറായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അവരത് നോക്കും. ഇപ്പൊ അവനിക്കൊന്ന് പ്ലാൻ ചെയ്യുന്ന അവര് വെള്ളം എടുക്കാൻ പറ്റും. അതൊരു ഐലൻഡാണ്. ആ കാണുന്ന ഒരു ഐലൻഡാണ്. അവിടെ ഈ നമ്മുടെ വള്ളത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യത്തിൽ എത്താൻ പറ്റില്ല. വഴിയുള്ള സ്ഥലമല്ലത്. അത് തന്നെയാണ് ക്രിസ്റ്റീന അതിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇപ്പോൾ പറഞ്ഞതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികളോ മറ്റോ അതിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിലേ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഇതുമായി ബന്ധപ്പെട്ട തീപിടുത്തത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ തൊട്ടപ്പുറത്തെ ബോട്ടിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ബോട്ടിൽ ആളില്ലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ തീപിടുത്തം തുടങ്ങിയപ്പോൾ തന്നെ കയറഴിച്ചു വിട്ടപ്പോൾ തന്നെ അവരെ രക്ഷപ്പെടുത്തിയത്. എന്തായാലും ആൾ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും അത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അത് പൂർണ്ണമായും ഏറെക്കുറെ കത്തി നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോൾ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ആ പ്രദേശം അതൊരു തുരുത്താണ്, ഒരു ഒറ്റപ്പെട്ട തുരുത്താണ്. അവിടേക്ക് പോകാൻ ഏതെങ്കിലും തരത്തിലുള്ള വാഹന സൗകര്യമില്ല. അവിടെ ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിൽക്കുന്നത്. അവർ തന്നെ ആ ബോട്ടിൽ നിന്നും ഒപ്പം തന്നെ അവിടേക്ക് എത്തിയതാണ്. അവിടേക്ക് എത്തിയതിനു ശേഷവും ഏതെങ്കിലും നിലയിൽ ഈ കായലിലാണ് കത്തുന്നതെങ്കിൽ പോലും വെള്ളം കോരി ഒഴിച്ച് അണയ്ക്കാനുള്ള സംവിധാനം പോലും അവിടെ ഇല്ല. അത് ആ പരിസരത്തേക്ക് അടുക്കാൻ കഴിയാത്ത വിധം ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്നും ഈ ബോട്ടിന്റെ തന്നെ ചില ഭാഗങ്ങൾ പൊട്ടിത്തെറിക്കുകയും പൊട്ടി കായലിലേക്ക് വീഴുകയും ചെയ്യുന്നത് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നതാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് അവരുടെ റെസ്ക്യൂ സംവിധാനം അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ ഫയർഫോഴ്സ് വാഹനം അവിടേക്ക് എത്താത്തത് കൊണ്ട് തന്നെ അത് പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ടത്തിൽ ആ നിലയിലൊരു ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഫയർഫോഴ്സ് വാഹനം വന്നതിന് പിന്നാലെ തന്നെ ഒരു ബോട്ടിലേക്ക് എത്തുകയും അതിനുശേഷം കായലിൽ നിന്നുകൊണ്ട് തന്നെ വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമം നടന്നിരുന്നു. അത് പൂർണ്ണമായും പരാജയപ്പെടുന്ന സ്ഥിതിയാണ് ആദ്യഘട്ടത്തിൽ കണ്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ നിലയിലൊരു തീപിടുത്തം ഉണ്ടാവുകയും തീ വല്ലാതെ വ്യാപിക്കുകയും അതിനുശേഷം ഫയർഫോഴ്സിന്റെ അംഗങ്ങൾ മറ്റൊരു വഴിയിലൂടെ റെസ്ക്യൂ സംവിധാനം അവിടേക്ക് എത്തിക്കുകയും ചെയ്തത്. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് അവിടേക്ക് ഈ ഫയർഫോഴ്സ് വാഹനം എത്തിക്കുക അതല്ലെങ്കിൽ വെള്ളം എത്തിക്കുക എന്നുള്ളതിന്റെ ഒരു ആലോചനയിലാണ് ഇപ്പോൾ. പൂർണ്ണമായും നശിക്കുന്നൊരു ബോട്ട് പൂർണ്ണമായും നശിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ നാട്ടുകാർ അവിടെ നിന്നുള്ള ഈ നങ്കൂരമിട്ടിരുന്ന മറ്റു ബോട്ടിൽ വിശ്രമിച്ചവരുടെ ഒരു സമയോചിതമായ ഇടപെടലാണ് ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി ഇത്ര ചുരുക്കി. കാരണം ഒരുപക്ഷെ ആ സമയത്ത് സമയോചിതമായി തന്നെ ആ ബോട്ടിന്റെ കയർ അഴിച്ചുവിടാൻ ഇവർ ശ്രമിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്ത് കിടക്കുന്ന ബോട്ടുകളിലേക്കൊക്കെ തീ പടർന്നതിന് അതിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടം, അതൊരു വലിയ മനുഷ്യ വിപത്തായി തന്നെ മാറുകയും ചെയ്തേനെ. എന്തായാലും ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും അപകട സാധ്യത ആ പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ വലിയ പുകപടലങ്ങൾ ഇവിടെ നിന്ന് കാണാം. ഒപ്പം തന്നെ ഒരു ഭാഗത്ത് നിന്ന് തീ കത്തുന്നതും നമുക്ക് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.